പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ഏകജാതനെ നൽകിക്കൊണ്ട് ആ ഏകജാതന്റെ തിരുരക്തത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുന്ന അവിടുത്തെ വലിയ കരുണയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജൂലൈ മാസത്തിന്റെ ഉന്നതമായ തിരുരക്ത വണക്കത്തിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും തിരുസ്ഥലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും സന്തോഷവും സൗഖ്യവും വിടുതലും സമാധാനവും അഭിവൃദ്ധിയും വിജയവും അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങൾ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ, മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ കർത്താവിന് തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണത്തിനും തിരുരക്തത്തിലൂടെ നൽകപ്പെടുന്ന രക്ഷയും അനുഗ്രഹങ്ങളും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജൂലൈ മാസം അതിനുവേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഏക രക്ഷ ആണ് കർത്താവിന്റെ തിരുരക്തം. ആ തിരുരക്തത്തെ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ രക്ഷയുടെ ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിന്റെ, ഭവനത്തിന്റെ, മണ്ണിന്റെ, മക്കളുടെ, തലമുറയുടെ സകലമാന മേഖലകളുടെയും രക്ഷയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഈ അർത്ഥത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തിരുരക്തത്തിന്റെ നൊവേന ആരംഭിക്കുകയാണ്. 9 ദിവസത്തെ നൊവേന. അതിനിടയിൽ നമ്മൾ 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. 16-ാം തീയതി കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കും. അങ്ങനെ അമ്മയോട് ചേർന്ന്, അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർന്ന്, അമ്മ നൽകുന്ന സംരക്ഷണത്തിന്റെ വാഗ്ദാനത്തോട് ചേർന്ന് തിരുരക്തത്തിന്റെ വലിയ ശക്തിയും രക്ഷയും അതിന്റെ അനുഗ്രഹങ്ങളും സ്വന്തമാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് തിരുരക്തത്തിന്റെ നൊവേന ആരംഭിക്കുകയാണ്. നമ്മൾ 1-ാം ദിനത്തില് നമ്മൾ ഈശോയുടെ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരത്തെ കുറിച്ചാണ്. അതായത് ഈശോ നമ്മെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോ രക്തത്തിലൂടെ, മാംസത്തിലൂടെ അവിടുന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു. ഈശോ രക്തം സ്വീകരിച്ചു. നമുക്കറിയാം, മനുഷ്യ പ്രകൃതിയിലാണ് ശരീരമുള്ളൂ, രക്തമുള്ളൂ. ഈശോ നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഈ ശരീരവും രക്തവും സ്വീകരിച്ച് മനുഷ്യനായിട്ട് അവതരിച്ച ആ മഹാ സ്നേഹത്തിന്റെ പാരമ്യം, ആ രഹസ്യത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി മനുഷ്യാവതാരത്തില് കർത്താവ് സ്വീകരിച്ച രക്തത്തിന്റെ യോഗ്യതയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനിയുള്ള 8 ദിവസങ്ങള് നമ്മൾ ഈ നൊവേനയില് ഈശോ ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഓരോ മേഖലയിലുള്ള കർത്താവിന്റെ രക്തം ചിന്തലിനെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം നാം വായിക്കുകയാണ്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതി ഇത് ആരംഭിക്കുകയാണ്. അതിനടിസ്ഥാനമാണ് ഗർഭം ധരിച്ച് നീ ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശുവെന്ന് പേരിടണം. ഈശോയുടെ മനുഷ്യാവതാരം, മാംസം ധരിച്ച് ഗർഭം ധരിച്ച് ഈശോ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ആ ദിവ്യമായ രഹസ്യം സ്വർഗത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അമ്മയോട് ചേർന്ന്, ദൈവകൃപ നിറഞ്ഞ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥിക്കണം. ഈ രക്തത്തിന്റെ യോഗ്യത നമ്മുടെ കുടുംബത്തിന് രക്ഷാകരമാണ്, നമ്മുടെ മക്കൾക്ക് രക്ഷാകരമാണ്, നമ്മുടെ കുടുംബത്തിന് രക്ഷാകരമാണ്. അതുകൊണ്ട് രക്ഷ നൽകാൻ വേണ്ടി ഈശോ മനുഷ്യനായിട്ട് അവതരിച്ച മനുഷ്യാവതാരത്തിൽ
അവിടുന്ന് സ്വീകരിച്ച തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും അനന്ത യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് ആ തിരുശരീരത്തോടും തിരുരക്തത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് നൊവേന പ്രാർത്ഥനയിലേക്ക് ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയില് പ്രവേശിക്കുന്നു. ഒന്നാം ദിനത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മള് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഓരോ ദിവസവും ഇനിയുള്ള 8 ദിവസങ്ങള് കർത്താവിന്റെ തിരുരക്തത്തിന്റെ അവിടുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിന്റെ ഓരോ മേഖലകളും ഓരോ സമയത്ത് ചിന്തിയ രക്തം, അതിനെ എല്ലാം അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നൊവേന വലിയ അഭിഷേകമായിട്ട് മാറട്ടെ. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക് കർത്താവ് നൽകിയ രക്ഷാകരമായ തിരുരക്തത്തിന്റെ അനന്ത ശക്തിയും യോഗ്യതകളും നിറയപ്പെടാൻ ഇടയാകും. വീണ്ടും നിങ്ങളോട് പറയുകയാണ്, കർത്താവിൽ തിരുരക്തമാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക. ഈ തിരുരക്തത്തിന്റെ ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിന്റെ കരുണ അതുപോലെ സ്വന്തമാക്കി എടുക്കാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, സങ്കടങ്ങള് എല്ലാം സമർപ്പിച്ചോ. നമ്മോട് അനുകമ്പയുള്ള കർത്താവ് രക്തം ചിന്തി മനുഷ്യനായി അവതരിച്ച് രക്തം നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ നിയോഗങ്ങളില് അതിശക്തമായിട്ട് ഇടപെടും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ നൊവേനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഈ നൊവേനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങള്, ഒത്തിരി കൃപകള് കർത്താവ് ചൊരുകയാണ്. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശരീരവും രക്തവും സ്വീകരിച്ചു. ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് രക്തം സ്വീകരിച്ചതും ശരീരം സ്വീകരിച്ചതും. ഞങ്ങളുടെ പാപങ്ങളെ ശരീരത്തിൽ ഏറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ അങ്ങ് സ്വീകരിച്ച, മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ച ആ രക്തത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യനായിട്ട് അവതരിക്കാൻ മാത്രം ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യമായി തീർന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന നല്ല ഈശോയെ, ഈ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും തിരുമുമ്പില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മനുഷ്യാവതാരത്തില് സ്വീകരിച്ച രക്തത്തിന്റെ യോഗ്യതയില്, ആ രക്തത്താല് ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ വലിയ കരുണയുടെ യോഗ്യതയില് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഈ നൊവേനയുടെ 1ാമത്തെ ദിവസത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഈ നൊവേനയിലൂടെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയില് ഈ നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷകനായ ഈശോയെ, അങ്ങ് മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ച പരിഹാര രക്തത്തിന്റെ യോഗ്യതയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിയോഗങ്ങളിലും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. രക്തം വാർന്നൊഴുകുന്ന അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി ഞങ്ങൾ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കരുണയും കൃപകളും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയ്ക്കണമേ. ജീവിതാവസാനം വരെ ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിലാണ്. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒഴുക്കിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ യാചനകൾ ദൈവോടെ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ യാചനകള്
നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള് ദൈവികാന സന്നദ്ധയില് അവിടുന്ന് മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ച രക്തത്തിന്റെ യോഗ്യതയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ. യുക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് സമർപ്പിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അനുകമ്പയോടെ അങ്ങ് മനുഷ്യ മക്കളെ നോക്കി പലവിധത്തിൽ സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിച്ചു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി. പാപികളെ പാപമോചനം നൽകി അനുഗ്രഹിച്ചു. ജാതികളെ പുറത്താക്കി അനേക മക്കളെ അങ്ങ് സ്വതന്ത്രരാക്കി. എല്ലാവിധത്തിലും തകർന്നവരെ അങ്ങയുടെ ശക്തമായ അധികാരത്താൽ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അനുഗ്രഹിച്ച് ശക്തരാക്കി. ഓ ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ രക്ഷാകര യോഗ്യതകളാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും, ഇപ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണീരോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുടുംബവും എല്ലാ മക്കളും ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് നന്ദി പറയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എനിക്കായി ക്രൂശിതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എനിക്കായി ക്രൂശിതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എനിക്കായി ക്രൂശിതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ നൊവേനയുടെ ഒന്നാം ദിനത്തില് കർത്താവിന്റെ തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ നിയോഗങ്ങള് പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നൊവേനയുടെ 9 ദിവസങ്ങള് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിന്റെ റോസാമിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളിലും പരിശുദ്ധ കർമ്മര മാതാവിന്റെ തിരുനാളിലും ഒക്കെ കർത്താവ് ചൊരിയുന്ന കൃപയും രക്ഷയും സംരക്ഷണവും എല്ലാം സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളിലും കർത്താവ് അതിശക്തമായിട്ട് ഇടപെടുന്ന പുണ്യദിനങ്ങളാണ് ഈ നൊവേനയുടെ ദിനങ്ങൾ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദിവ്യകാല സന്നിധിയില് ദിവസങ്ങളായിരിക്കുവാൻ നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷയില് സജീവമായി പങ്കെടുക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഏകരക്ഷയായ ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയിൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും, രക്ഷിക്കപ്പെടും, വിടുതൽ പ്രാപിക്കും. വലിയ വിമോചനവും ജീവന സമൃദ്ധിയും പ്രാപിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. ആ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നൊവേനയിൽ പങ്കെടുക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾ വീണ്ടും അച്ഛൻ പറയാണ്, അനേക മക്കളുമായിട്ട് പങ്കുവയ്ക്കുക. അനേക ആയിരങ്ങൾ ശുശ്രൂഷയെ പങ്കെടുക്കട്ടെ. തിരുത്തത്താലുള്ള രക്ഷ കൈവരിക്കുവാൻ ഇടയാകട്ടെ. ഈ നൊവേന ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, പ്രത്യേകം അനേകരെ കൂട്ടിച്ചേർക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിനു വേണ്ടി നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ പരിശുദ്ധ രക്തം തളിക്കപ്പെടാനും ആ രക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ മേഖലകളും കർത്താവിന്റെ രക്ഷ പ്രാപിക്കാനും ഇടയാകാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ഈശോയെ തൊട്ട് രക്തത്തിന്റെ വലിയ സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ട ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും രക്ഷിക്കണമേ. ആമേൻ.